ഹലോ ഡിയേഴ്സ്, ഒരുപാട് പേര് വരുത്തുന്ന വലിയ ഒരു മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് കാരണം ഒരുപാട് സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഫിസിക്സിൽ കുറഞ്ഞു പോകാറുണ്ട്. അപ്പം എന്താണ് ആ മിസ്റ്റേക്ക്, നിങ്ങൾ ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. മാത്രമല്ല, ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നമ്മൾ ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പ്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ PDF എല്ലാം അത് PDF ചോദിച്ച് വന്നവർക്ക് നൽകിയിരിക്കും. ചിലപ്പം അതിനകത്ത് നിങ്ങൾ പറയുന്ന പോലെ PDF നൽകുക എന്ന് പറയുമ്പോഴേ നമുക്കതെല്ലാം ചെയ്തു വരാൻ സമയമെടുക്കും. മാത്രമല്ല, ഒരുപാട് പേര് അതിനകത്ത് PDF ചോദിക്കുമ്പം അതിലോട്ട് അവർക്കൊക്കെ കൊടുക്കാൻ ടൈം എടുത്തേക്കാം. അപ്പം ഞാൻ പറഞ്ഞ PDFകളെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കും. ഇനി തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ വീഡിയോ കാണുന്നവർക്ക് ഞാനൊരു മെറ്റീരിയൽസ് ഉറപ്പായിട്ടും അതിനകത്ത് തന്നിരിക്കും. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ വന്ന് കമൻറ്റ് ചെയ്തോളൂ, സാറ് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ വാക്കാണ്. ഞാൻ പറഞ്ഞ PDFകളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. കിട്ടിയവർക്ക്, അത് ചെയ്തവർക്ക് കിട്ടിയിരിക്കും. കാരണം അതിനകത്ത് ചിലപ്പം എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ടൈം എനിക്ക് തിരക്കായതുകൊണ്ട് തന്നെ ചിലപ്പം ടൈം ഡിലേ വന്നേക്കാം, പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഈ ഒരു PDF-ലോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് അതിലൊരു ഡിലേ ഉണ്ടാവില്ല. മനസ്സിലായില്ല? അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉടനെ തന്നെ കിട്ടും. അപ്പം നിങ്ങൾ വേണ്ടവർ വീഡിയോയുടെ താഴെ PDF എന്ന് കമൻറ്റ് ചെയ്തോളൂ. വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്തോളൂ. ഞാൻ തന്നിരിക്കും എന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഇനി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഞാൻ സാറ് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് ഉറപ്പ് പറയുകയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ ഒക്കെയാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം കാരണം നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ അതാണ്. അപ്പം ഇത് നമ്മൾ ഫിസിക്സിലെ വെയിറ്റേജ് കാര്യങ്ങൾ ഞാനിങ്ങനെ ഓരോരോ വർഷത്തെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പം എന്താവും, ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ആക്കിയാലോ. ഇതൊക്കെ ഒരുപാട് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അതിന് നിങ്ങൾക്കൊരു ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് പോലും വേണ്ടല്ലോ. അപ്പം ആ ഒരു സപ്പോർട്ട് ചെയ്യണം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. കാരണം അതൊക്കെയാണ് ഒരു വീഡിയോ ചെയ്തിട്ട് വ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊരു എനർജി ഒരു നഷ്ടപ്പെട്ട പോലെയാണ്. അപ്പം അത് നിങ്ങൾക്ക് തന്നെ അറിയുന്നവരുണ്ടാകും, വീഡിയോസ് ചെയ്യുന്നവർക്ക് അത് ഒരു അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, എനിവേ, അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക, ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ വീഡിയോസും അതുപോലെ ട്രിക്കുകളും കോഡുകളുമായിട്ടുള്ളൊക്കെ വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയാം. ഫിസിക്സ് പലരും ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് പഠിച്ചു പോയിട്ട് ഭയങ്കര വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് അങ്ങ് പഠിക്കും. പക്ഷേ നിങ്ങൾ ഇപ്പം ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ രണ്ട് രീതി സ്ട്രാറ്റജി ഉണ്ട്. ഒന്ന്, ഇപ്പം എല്ലാം പഠിച്ച് കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി പഠിക്കാത്ത ഏരിയാസ് സെലക്ട് ചെയ്തിട്ട് അത് ഇനി പഠിക്കേണ്ട സമയമാണ്. അതല്ല ഫസ്റ്റ് തൊട്ട് തുടങ്ങേണ്ടവർ, അല്ലെങ്കിൽ അധികം ഒന്നും അറിയില്ല, മാർക്കൊക്കെ കുറവാണ്, ഫിസിക്സ് ഒക്കെ ഭയങ്കര ടഫാണ് എന്നുള്ളവർ, നിങ്ങളിങ്ങനെ വെയിറ്റേജ് നോക്കിയിട്ട് കഷ്ടപ്പെട്ട് ഫിസിക്സ് ബുദ്ധിമുട്ടായി തോന്നണ്ട. നോക്കൂ, നിങ്ങൾക്കറിയാവുന്ന വളരെ സിമ്പിളായിട്ട് ആർക്കും മാർക്ക് സ്കോർ ചെയ്യാവുന്ന ചാപ്റ്ററാണ് ഈ അവസാന ഭാഗങ്ങളിലെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഡുവൽ നേച്ചർ ആണെങ്കിൽ നിങ്ങൾ മുന്നേ പഠിച്ചതാണ്. ആറ്റംസ് ഒക്കെ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. ആറ്റംസ്, റുദർഫോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, ന്യൂക്ലിയസ്, ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, സെമി കണ്ടക്ടർ അത് ഭയങ്കര എളുപ്പമാണ്, ചിത്രം വരയ്ക്കാനോ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൂടുതലുള്ളത്. അപ്പോൾ ഇത് തന്നെ പഠിച്ചാൽ നോക്കൂ, 5, 2, 7, 3, 10, 14 വളരെ കുറച്ച് സമയങ്ങൾ. മാത്രമല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് തിയറിയാണ് അതും. അപ്പം എത്രയായി? 5, 2, 7, 10, 14, 17 കുറഞ്ഞ സമയം കൊണ്ട് എത്ര ചാപ്റ്റേഴ്സ് അങ്ങ് തീർന്ന ആ ഒരു ഫീൽ കിട്ടുന്നത് ഒരു സൈക്കോളജിക് എഫക്റ്റാണ് ഫിസിക്സിൽ. മറ്റേത് നിങ്ങൾ ഈ ഇലക്ട്രിക് ചാർജസ് ഒക്കെ വന്നിരുന്ന് ഇത് ഒരു ചാപ്റ്റർ 2 ചാപ്റ്റർ തീരുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങോട്ട് മറവിയും കാര്യങ്ങളും എല്ലാമായിട്ട് ഭയങ്കര കൺഫ്യൂഷനും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ ഈ വേവ് ഒപ്റ്റിക്സ് അടക്കം ചെറിയ ചാപ്റ്ററാണ്. അപ്പം അങ്ങോട്ടേക്ക് ഇത് പെട്ടെന്ന് അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1, 2, 3, 4, 5 പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക്സ് 6 ചാപ്റ്റർ കഴിഞ്ഞൊരു ഫീൽ കിട്ടുമ്പോൾ ഭയങ്കര ഒരു സൈക്കോളജിക്കലി മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി കിട്ടും. മാത്രമല്ല, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ പിന്നെ പഠിക്കൂ, ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്, തിയറിയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കൂ, സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പം അതിനകത്തെ പഠിക്കേണ്ട ഓർഡർ ഞാൻ പറയുന്നതിന് മുന്നേ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ട്രിക്സ്, ഇപ്പം നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഒന്ന് ലാഗാക്കിയതാണ്. ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കാരണം എക്സാം ഒക്കെ ആകുമ്പോഴേക്കും അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ആദ്യം അതിനകത്താണ് വരിക. അപ്പം നിങ്ങൾ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് പറയുന്ന മെറ്റീരിയൽ ഞാൻ അതിനകത്ത് പറയാം, മെറ്റീരിയലിൻ്റെമായി ബന്ധപ്പെട്ട കാര്യം. അപ്പം ഇതിനകത്ത് ഇനി നിങ്ങൾ മാഗ്നറ്റിസം കഴിഞ്ഞല്ലോ, കറണ്ട് ഇലക്ട്രിസിറ്റിയും കഴിഞ്ഞു. അപ്പം പിന്നെ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റേ ഒപ്റ്റിക്സിലോട്ട് പോകാം. അപ്പം തന്നെ എത്രയായി? ഇവിടെ നിങ്ങൾക്ക് 5, 2, 7, 10, 14, 19 പിന്നെ 19, 22 മാഗ്നറ്റിസം 26, 30 പകുതി മാർക്ക് അപ്പം തന്നെയായി. പിന്നെ റേ ഒപ്റ്റിക്സിലോട്ട് വരുമ്പം തന്നെ 40 മാർക്കായില്ലേ. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പെട്ടെന്ന് അങ്ങ് തീർന്ന ഫീല് കിട്ടും.
ബയോട്ടിക്സ് അതിനകത്ത് മനസ്സിലാക്കിയാലും അത് ഭയങ്കര സിമ്പിളാണ്. ഈ എന്താ പറയുക, പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മറ്റ് ഡെറിവേഷൻസ് പോലെയൊന്നുമല്ല, അത് സിമ്പിൾ ഡെറിവേഷനാണ്. അത് ബുദ്ധിമുട്ട് തോന്നുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാണ്ട് കാണാതെ പഠിക്കുന്നുണ്ടാവും. അപ്പം അതിനകത്ത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിനകത്ത് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലോട്ട് പോകാം. അല്ലെങ്കിൽ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് വൈസ് ഇപ്പം ഇൻഡക്ഷനിൽ ഫാരഡേ ലോസ്, അതുപോലെ AC ജനറേറ്റർ, ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിലാണെങ്കിൽ ട്രാൻസ്ഫോമർ, ഇംപീഡൻസ്, അങ്ങനെയൊക്കെ പഠിക്കാം ഇമ്പോർട്ടൻ്റ് നോക്കിയിട്ട്. പിന്നെ മൂവിങ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിലെ കപ്പാസിറ്റൻസിൻ്റെ ഡെറിവേഷൻ്റെ കാര്യങ്ങൾ, കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ, പിന്നെ പൊട്ടൻഷ്യലിൻ്റെ ഡെറിവേഷൻ, ഇനി ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ ഷുവർ ഷോട്ട് 2 ക്വസ്റ്റ്യനുകളുണ്ട്. അതിൻ്റെ വീഡിയോസ് ഉടനെ തന്നെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോസ് അത് ചെയ്യാം ഞാൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. പിന്നെ അതിൻ്റെ PDF ഞാൻ പറയാൻ പോകുന്നു. PDF-ലോട്ട് ഞാൻ വരാം. അതിന് മുന്നേ നമ്മുടെ ബാച്ചിലെ റിസൾട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 6 വളരെ കുറഞ്ഞ മാർക്കുള്ളവർക്ക് പോലും ഇത് ഞാൻ കാണിക്കുന്നത് ബാച്ചിലെ റിസൾട്ടാണ്. എന്തിനാണ് ഇത് കാണിക്കുന്നതെന്ന് അറിയോ? കാരണം അത്രയും മാർക്ക് കുറഞ്ഞവരെ, മാർക്കുള്ളവരെ, പഠിക്കാൻ കഴിവുള്ളവർ, ഇപ്പം നമ്മുടെ ബാച്ചിലൊക്കെ വരുന്ന സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ കഴിവുള്ളവരാണ്. അവർക്ക് മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ല. അതിപ്പം പഠിക്കാൻ കഴിവുള്ളവർക്ക് ജസ്റ്റ് ഒരു ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ നല്ല മാർക്കിലോട്ട് എത്തും. പക്ഷേ ഇത് പഠിക്കാൻ ഫെയിലായി അഡപ്പടലം പൊട്ടിയവരെയൊക്കെ ഡബിൾ പാസിൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നതേ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അത് നമ്മൾ കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കി പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫെയിലായ സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് കാണിക്കുന്നതിൻ്റെ റീസൺ മനസ്സിലാക്കുന്നത്. ഇനി നമ്മുടെ ബാച്ചിലോട്ട് വരികയാണെങ്കിലും ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും നമ്മുടെ ബാച്ചിൽ കണ്ടോ ഫിസിക്സിൽ ഇതിനകത്ത് ഫിസിക്സിൽ A+ കിട്ടിയിട്ടുണ്ട്, റിവാലേഷൻ കൊടുത്ത് A+ ആയിട്ടുണ്ട്. പിന്നെ കെമിസ്ട്രിയിൽ ഫുൾ മാർക്കിൻ്റെ റൗണ്ട് കിട്ടി, ബയോളജിയിലും കിട്ടി. മാത്സ് ഇവർ ഇതിനകത്ത് മാത്സ് വരെ സ്ട്രീം ആയിരുന്നില്ല, മാത്സ് സ്കൂളിലൊന്നുമില്ല. അവർ ചുമ്മാ എക്സ്ട്രാ എടുത്ത് ഭാവിയിൽ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പഠിച്ചതാണ്. നമ്മുടെ ബാച്ചിൽ മാത്രം ജോയിൻ ആയി, സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല, വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാതെ പഠിച്ചിട്ട് പോലും 45 കിട്ടിയിട്ടുണ്ട് മാത്സിൽ. അപ്പം നമ്മുടെ ബാച്ചിലെ ആവറേജ് സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് ഞാൻ അത് കാണിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടുള്ളവരെ മികച്ച റാങ്കിലേക്ക് എത്തിക്കുമ്പോഴാണ് അതിന് നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ വർക്കായിട്ട് തോന്നുക. മറ്റത് പഠിക്കുന്നവരെ മികച്ച റാങ്കിലോട്ട് എത്തിക്കാൻ അത് എളുപ്പമാണ്. അവർക്ക് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ തന്നെ അവരങ്ങ് പഠിച്ചോളും. ഇത് ഫെയിലായി അടപടലം പൊട്ടി 9 ഉള്ളവരെ കണ്ടോ, ഇത് കുറഞ്ഞ സമയം കൊണ്ടാണ് എത്തിക്കുന്നത് മനസ്സിലാക്കുന്നത്. കാരണം +2ൻ്റെ റിസൾട്ട് വന്നിട്ട് ഫെയിലായിട്ടാണ് ഇവർ ബാച്ചിൽ ജോയിൻ ആകാൻ വരുന്നത്. 10ഓ 15ഓ, പലരും ലേറ്റ് ആയിട്ടോ 10ഓ 15ഓ ഒക്കെ ക്ലാസ്സുകളാണ് പലർക്കും ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. ആ സമയം കൊണ്ടാണ് നമ്മൾ റിസൾട്ടുകളിലോട്ട്, മികച്ച റിസൾട്ടുകളിലോട്ട് എത്തിയിട്ടുള്ളത്. കണ്ടോ, ഇവർ +1 ഫിസിക്സിൽ 16, എന്നിട്ട് ഫെയിലായിട്ട് +2 ഫിസിക്സിൽ കുറഞ്ഞ സമയം കൊണ്ട് ഇവർ കെമിസ്ട്രിയും ഫെയിലായിരുന്നു, ഫിസിക്സൊക്കെ 2 കൂടി അപ്പോൾ എടുക്കേണ്ടി വന്നുകൊണ്ട് ഫിസിക്സിനൊക്കെ കുറഞ്ഞ സമയം കിട്ടിയുള്ളൂ. 10ഓ 12ഓ ക്ലാസ്സുകൾ കൊണ്ടാണ് ഈ 40 അറൗണ്ടൊക്കെ എത്തിച്ചത്. അതും ഫെയിലായവരെ 14, 32, അങ്ങനെ ഒത്തിരി കേസുകൾ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നമ്പർ. ഡെമോ ക്ലാസ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് കൊള്ളാൻ അടിപൊളിയാണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ആയാൽ മതി. 77 36 70 70 45 ആണ് നമ്മുടെ എന്താ പറയുക, എൻ്റെ ഫോൺ നമ്പർ. അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഇത് റിസൾട്ട് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു. ഇനി ഞാൻ ഇതിനകത്ത് ഇവരൊക്കെ അഡപടലം പൊട്ടിയവരൊക്കെയാണ്. ഇവരെ എന്തോ +1 ഫിസിക്സിൽ 8 മാർക്കാണ് പൊട്ടിയിട്ട്, +2 ഫിസിക്സിൽ 5ഓ 7ഓ കണ്ട്, എന്നിട്ട് ആകെ ഇവർ കെമിസ്ട്രിയും പൊട്ടി വന്നു. എന്നിട്ട് എക്സാമിന് കുറഞ്ഞ ദിവസങ്ങൾക്ക് ഇവർ അവസാനമാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത്. ഒരു 10 ക്ലാസ്സൊക്കെ കാണും, 10ഓ 12ഓ ക്ലാസ്സൊക്കെ ഫിസിക്സിന് കിട്ടിക്കാണും. ആ സമയം കൊണ്ട് 28 മാർക്ക് വേണമായിരുന്നു. അത് നേടിയെടുത്തു. അവരിപ്പം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെയാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ കാരണമായി. അപ്പം നിങ്ങളുടെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ചങ്കുകളിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അവർക്കും ഒക്കെ ഉപകാരമാകും. അപ്പം അതൊക്കെയാണ്. പിന്നെ ഞാൻ ഈ ചാപ്റ്റർ ഇപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തല്ലോ, നിങ്ങൾ PDF എന്ന് കമൻറ്റ് ചെയ്തു, ലൈക്ക് ചെയ്തു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിട്ട് എന്നെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, അതുപോലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നേരത്തെ ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തതാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. അപ്പോൾ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഇത് 3 ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കും, തന്നിരിക്കും. ഇതിലെ 5 സ്റ്റാർ ക്വസ്റ്റിനും 3 സ്റ്റാർ ക്വസ്റ്റിൻ്റെയും PDF. ഏതൊക്കെയാണ്? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ചാർജസ് ആൻഡ് ഫീൽഡ് നേരത്തെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഞാൻ അത് കൊടുക്കാം. എന്തായാലും നിങ്ങൾ അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കും. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരും. ഏതാണ് വീഡിയോ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് വീഡിയോസ് ചെയ്യാം. കാരണം അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമല്ലോ. എന്തായാലും പറയൂ, നമുക്ക് അടിപൊളിയാക്കാം, പരീക്ഷയൊക്കെ അടിപൊളിയാക്കണം. ബാച്ചിൽ ജോയിൻ ആവേണ്ടവർക്ക് അങ്ങനെ ജോയിൻ ആകാം. അതാണ് ഏറ്റവും അതിനകത്ത് കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ ബാച്ചിൽ തന്നെയാണ്. ഈ യൂട്യൂബിൽ അതിനകത്ത് നമ്മൾ എന്താ പറയുക, ടൈം നമുക്ക് പരിമിതമാണ്, ലിമിറ്റഡാണ്. അപ്പം പറ്റാവുന്നവർ ബാച്ചിൽ ജോയിൻ ആവുക എന്നുള്ളതാണ്. അപ്പം അതൊക്കെ തന്നെയാണ്. നിങ്ങളുടെ സപ്പോർട്ട് അതിനകത്ത് മാക്സിമം എല്ലാമാണ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.